Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ കാസർഗോഡൻ ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള ബാട്ടപ്പത്തലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചട്ടിപ്പത്തൽ, ബാട്ടപ്പത്തൽ അങ്ങനെയൊക്കെ പറയും. ഇതിൻ്റെ പുട്ട് ഓടിൽ വെച്ചിട്ട് പുതുക്കേണ്ടെന്ന ആവശ്യമില്ല. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് 5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിന് 4 മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളത്. നമ്മളുടെ കയ്യിൽ ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം എടുക്കണം. പിന്നെ 1.5 ഫുള്ളായിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത്. അതിന് ആദ്യം ഞാൻ കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 3 ബാച്ചായിട്ടാണ് കേട്ടോ ഞാനിവിടെ അരച്ചെടുക്കുന്നുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള അരി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 മുട്ട, അതാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് അരിയാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് നല്ല മഷി പോലെയൊക്കെ അരച്ചെടുക്കുന്ന പറയില്ലേ, അതുപോലെ നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. പക്ഷേ തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾക്ക് ഇതിൽ തേങ്ങ ഉള്ളത് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ 3 ബാച്ചാക്കിയിട്ടും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് പിന്നീട് ചേർക്കുന്നുള്ളത് കൊപ്പരയാണ്. കൊപ്പര 4 കൊപ്പര ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 കൊപ്പര ഞാൻ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള 3 കൊപ്പര ഫുള്ളായിട്ട് ഇതുപോലെ നല്ല നൈസായിട്ട് ബ്ലേഡ് പോലൊക്കെ അരിഞ്ഞെടുക്കുന്നു പറയുന്നില്ലേ, അതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത് കട്ടി കൂട്ടിയിട്ടാണ് നമ്മളിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പം അച്ചിൽ വെച്ചിട്ട് പരത്തൂലേ, അപ്പോൾ നല്ലോണം കട്ടിയായിട്ട് പോവും ആ ബാട്ടപ്പത്തൽ, ചട്ടിപ്പത്തൽ. അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയ്ക്കും നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. എന്താ നമ്മളുടെ 3 ബാച്ചും ഇവിടെ നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ ഇതിൽ പൊടിച്ചെടുത്ത നമ്മളുടെ കൊപ്പരയും അതും കൂടി ഞാൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ അരച്ച് വെച്ച പച്ചരിയുടെ കൂട്ടിലേക്ക്. എന്നിട്ട് ഈ തേങ്ങ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ കൊപ്പര ഇത് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇത് കറുത്ത എള്ളാണ് കേട്ടോ. സീസമിൻ സീഡ്, ബ്ലാക്ക് സീസമിൻ സീഡ്, അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് പച്ചരിപ്പൊടിയില്ലേ, വറുത്ത പച്ചരിപ്പൊടി, പത്തിരിപ്പൊടിയില്ലേ, വറുത്ത പത്തിരിപ്പൊടിയായിട്ട് പാക്കറ്റിൽ കിട്ടുന്നത് നമുക്ക് വാങ്ങിക്കാൻ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ പച്ചരിപ്പൊടിയാണ്, പത്തലിപ്പൊടിൻ്റെ പൊടിയാണ് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പത്തൽ പൊടി ചേർക്കരുത്. നമ്മളെ നാട്ടിലത്തെ പത്തൽ പൊടി മറ്റേ പുഴുങ്ങലരിൻ്റെ പൊടിയല്ലേ, ഇത് പച്ചരിപ്പൊടിയാണ്, വറുത്ത പച്ചരിപ്പൊടി. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂണ് ഫുള്ളായിട്ട് ക്യുമിൻ സീഡില്ലേ, ചെറിയ ജീരകം, നല്ല ജീരകം, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഈ മാവ് കുറച്ച് ഉറച്ചതിന് ശേഷം മാത്രമാണ് ഈ തേങ്ങ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. കൊപ്പര നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കൊപ്പരയില്ല, അത് മുഴുവനായിട്ടും കുറച്ചായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിനനുസരിച്ചിട്ട് ഞാൻ അത് മുഴുവനും ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾക്ക് ഈ മാവ് കുറച്ചും കൂടി ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ പത്തിരിപ്പൊടി തന്നെ, നൈസ് പത്തിരിൻ്റെ പൊടിയില്ലേ, പച്ചരിപ്പൊടി, വറുത്ത പച്ചരിപ്പൊടി, അത് തന്നെ നമ്മൾ ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറക്റ്റ് പാകത്തിനാക്കിയിട്ട് വെക്കാം. ആ ടൈമിൽ നമ്മൾക്ക് ഇവിടെ പാന് ചൂടാവാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ 3 ബോൾസ്, കുഞ്ഞു ബോൾസാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എത്രക്ക് വലുപ്പമുണ്ടെന്ന് അറിയില്ല, പക്ഷെ കുഞ്ഞു പത്തലാണ് നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളത്, വാട്ടപ്പത്തൽ. അങ്ങനെ ഇത് 3 ബോൾസ് ഞാൻ ഇവിടെ വെച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് പരമാവധി പ്രസ് ചെയ്തിട്ട് കൊടുക്കാം, നല്ലോണം അമർത്തി പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെയായിട്ട് കിട്ടും. അങ്ങനെ ഓരോ ട്രിപ്പിലും 3 ഇട്ടിട്ട് ഒരിക്കൽ നമ്മൾ ഒരു പാനിൽ വെച്ചിട്ട് എത്രയ്ക്കും വലുപ്പമുള്ള പാനാണോ അത്രയ്ക്കും കൂടുതൽ നമ്മൾക്ക് ഇത് ചുട്ടെടുക്കാം. അത് പരത്തിയിട്ട് ഒരു തുണിയിലാക്കിയിട്ട് ഇട്ടിട്ടെല്ലാം വെച്ചിട്ടാണ് എൻ്റെ ഉമ്മ ചുടാറുള്ളത്. പക്ഷേ ഞാനിവിടെ വന്ന പിന്നെ എനിക്ക് അതിനുള്ള സൗകര്യമൊന്നും ഇല്ലാതെ കൊണ്ട് ഞാനിങ്ങനെ പ്രസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാറാണ്. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്.
തുണിയിലൊക്കെ ഇട്ടിട്ടാകുമ്പോൾ അത് കുറേയൊക്കെ പൊട്ടിയിട്ടൊക്കെ പോകുന്നുണ്ട്. ഇതിങ്ങനെ ഡയറക്റ്റ് നമ്മൾ പത്തൽ നെയ്പ്പത്തിലൊക്കെ ചുടുന്നില്ലേ, അതുപോലെ ചൂടാണെങ്കിൽ ഒന്നും പൊട്ടിപ്പോകത്തൊന്നും ഇല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നൈസായിട്ട് തന്നെ നമ്മളുടെ വാട്ടപ്പത്തിൽ ഇവിടെ റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. 3 വെച്ച് പരത്തിയാൽ 3 ട്രിപ്പ് ആകുമ്പോൾ 9 അപ്പോൾ ആയിട്ട് കിട്ടുമല്ലേ. അപ്പോൾ അങ്ങനെ 9 ചട്ടിപ്പത്തിരി ഒരു ടൈമിൽ എനിക്ക് ഇവിടെ ഇടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ട് ആ 2 സൈഡിലും മൊരിയിച്ചിട്ട് എടുക്കാം. നമ്മൾക്ക് ഈ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇത് കനം കുറച്ച് വേണം പരത്തിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നുള്ളത്. നല്ലോണം കട്ടിക്കാമ്പൊക്കെ നല്ലോണം ഉറപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നല്ലോണം തെളുപ്പായിട്ടാണ് നമ്മളിതാ ഇത് മൊത്തം നല്ല തെളുപ്പായിട്ട് തന്നെ ഞാനിവിടെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വാട്ടപ്പത്തിൽ ഇങ്ങനെ നിങ്ങൾക്കും തയ്യാറാക്കാം. അറിയാത്ത ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ പെരുന്നാളിന് വാട്ടപ്പത്തൽ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ തയ്യാറാക്കിയിട്ട് നോക്ക്. ഇതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റ വീഡിയോയിൽ പലതരം റെസിപ്പീസായിട്ട് ഒരു 9-10 റെസിപ്പീസ് ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്ക്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. നല്ലൊരു അറബിക് റൈസ് റെസിപ്പി ഞാൻ യെസ്റ്റർഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന അറബിക് റൈസാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ അതിൻ്റെ വെജിറ്റബിൾസ് മാത്രം കൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. ഈ പെരുന്നാൾ അടിപൊളിയാക്കേ. ചിക്കൻ ബിരിയാണിൻ്റെയും മട്ടൻ ബിരിയാണിൻ്റെയും അടിപൊളി റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്ക്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും കാസർഗോഡ് സ്പെഷ്യൽസുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈദ് മുബാറക്.